കളരിപ്പയറ്റ് ജീവിതചര്യയാക്കി മാറ്റിയ ഒരു കുടുംബമുണ്ട് തൃശൂർ മുല്ലശ്ശേരിയിൽ. ചങ്ങരം കുമരത്ത് തറവാട്ടിലെ സുവ്രതൻ ഗുരുക്കൾക്ക് കളരിപ്പയറ്റ് ഒരു ഉപാസനയാണ്. കടലും കടന്നുപോയ കളരി പാരമ്പര്യത്തിന്റെ കഥകൾ ഒട്ടനവധിയാണ്. കാണാം സുവ്രതൻ ഗുരുക്കളുടെ കളരി വിശേഷങ്ങൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരിലെ മുല്ലശ്ശേരിയിലുള്ള ചങ്ങരം കുമരത്ത് വേദകളരി പാഠശാലയിലാണ്. വർഷങ്ങളുടെ കളരി പാരമ്പര്യമുള്ള തറവാടാണിത്. മാത്രമല്ല ഈ സാമൂതിരി പടത്തലന്മാരുടെയൊക്കെ വലങ്കയായിരുന്ന ആളുകളുണ്ടായിരുന്ന തറവാടും കൂടിയാണ്. ഈ തറവാട്ടിലെ കളരി വിശേഷങ്ങളാണ് ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. വേദകളരി പാഠശാലയിലെ സുവ്രതൻ ഗുരുക്കളാണ് ചേരുന്നത്. ഈ ഒരു കളരിയെക്കുറിച്ച് കൂടുതൽ നമുക്ക് പറയാനും എന്തൊക്കെയാണ് ആ ഒരു കളരി വിശേഷങ്ങൾ നമ്മോട് പങ്കുവയ്ക്കാനും അദ്ദേഹം കൂടി ചേരുന്നുണ്ട്. എങ്ങനെയായിരുന്നു ശരിക്കും ഈ ഒരു കളരി എന്ന് പറഞ്ഞാൽ? ഇത് പാരമ്പര്യമായിട്ട് ഉണ്ടെന്നറിയാം, എങ്കിലും ഇതൊരു പ്രൊഫഷൻ ആക്കാം എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എപ്പോഴാണ് എത്തിയത്? തികച്ചും ഇതൊരു പ്രൊഫഷൻ ആക്കുക എന്ന് പറഞ്ഞാൽ ആകസ്മികമായ ഒരു സംഭവമായിരുന്നു. നന്ന ചെറുപ്പത്തിലുള്ള എൻ്റെ ഒരു താല്പര്യം. അച്ഛനാദ്യം വൈമുഖ്യമുണ്ടായിരുന്നു, കാരണം ഇത് ആയാൽ ഒരു പ്രൊഫഷനാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഞാനിതെല്ലാം ത്യജിച്ചുകൊണ്ട്, എല്ലാം ഒഴിഞ്ഞു വെച്ചുകൊണ്ട്, ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വന്നാലും ഒറ്റയ്ക്ക് ജീവിക്കുള്ളൂ. കളരി പഠിച്ച് കളരി പഠിപ്പിക്കണം. അത് നമ്മളെ ഒരു പൈതൃക കലയാണ്, കേരളത്തിൻ്റെ മാത്രം സ്വത്താണ്. അത് ഇവിടെ മുഴുവൻ, കേരളം മുഴുവൻ വ്യാപിക്കണം. മാത്രമല്ല പുറം നാടുകളിലും വെളിനാടുകളിലും കടൽ കടന്നും കളരി കൊണ്ടുപോകണം. ആ ആഗ്രഹം കൊച്ചുനാൾ മുതലുണ്ടായി. ആ ആഗ്രഹത്തിന് എൻ്റെ അമ്മ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു. സ്കൂൾ ലൈഫിൽ തന്നെ കളരി ഗുരുനാഥനെ വരുത്തി പഠിച്ചു തുടങ്ങി. അത് തികച്ചും സക്സസ് ആയിരുന്നു. കാരണം ചെറുപ്പം മുതലേ തന്നെ ചെയ്തുകൊണ്ട് അനായാസേന ശരീരത്തിനെ വളച്ചു ഒടിച്ചെടുക്കാനൊക്കെ അനായാസേന സാധിച്ചിരുന്നു. കോളേജിലെത്തിയോടുകൂടി അത് യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. അതിൽ അനവധി സമ്മാനങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞു. കളരി മാത്രമല്ല, ഇപ്പോൾ നമ്മൾ കളരി പാഠശാല എന്നൊക്കെ പറയുമെങ്കിലും കളരി മാത്രമല്ല, അതിലുപരിയായിട്ടുള്ള ആയോധനകലകൾ, കരാട്ടെ അടക്കമുള്ള ആയോധനകലകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാർഷൽ ആർട്സ് ഒക്കെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ്. അത് വളരെ കൗതുകം തോന്നി. അപ്പോൾ എങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത് ശരിക്കും? ഡിഗ്രി ലഭിച്ചതിന് ശേഷം ഞാൻ ഇംഗ്ലീഷാണ് എൻ്റെ പാഠ്യവിഷയം. ഇംഗ്ലീഷാണ് പ്രധാനമായത്. അപ്പോൾ അമേരിക്കയിലാണ് ബ്രദേഴ്സ്. അപ്പോൾ അവർ പറഞ്ഞു അമേരിക്കയിലേക്ക് വരണം. അപ്പോൾ ടോഫൽ എന്ന് പറഞ്ഞ ഒരു എക്സാം, ഇംഗ്ലീഷിന് എക്സാമാണ്, അത് എഴുതണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂർ ചെന്നത്. ബാംഗ്ലൂർ ചെന്നപ്പോൾ അവിടെ നിന്ന് വന്ന ഒരു വിദേശി ഉണ്ടായിരുന്നു, ബാറ്റ്സൺ, ഇംഗ്ലീഷുകാരനാണ്. അപ്പോൾ അയാളായിട്ടുള്ള സംസാരത്തിൽ കൂടിയാണ് കറാത്തെ നിങ്ങൾ എന്തുകൊണ്ട് പഠിക്കുന്നില്ല എന്ന് ചോദിച്ചത്. അതാണ് അതിന് തുടക്കം കുറിച്ചത്. അങ്ങനെ അദ്ദേഹം എനിക്ക് അതിലേക്ക് ചില പ്രാഥമിക വശങ്ങൾ, മിസ്റ്റർ ബാറ്റ്സൺ ഫ്രം ഇംഗ്ലണ്ട്, അദ്ദേഹമാണ് അതിലേക്ക് എനിക്ക് തുടക്കം കുറിച്ചത്. അങ്ങനെ ആ ബ്ലാക്ക് ബെൽറ്റ് കരസ്ഥമാക്കുന്നു. പിന്നെ അവിടെ നിന്ന് ഇന്ത്യയിൽ ഒതുങ്ങിയില്ല, വെളിനാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. ശ്രീലങ്ക, മലേഷ്യ, സിംഗപ്പൂർ തുടങ്ങി എല്ലാ രാജ്യങ്ങളും, അയൽവക്കങ്ങൾ കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് കടന്നു, എല്ലാ രാജ്യങ്ങളും സന്ദർശിച്ചു. അവിടെ നിന്നൊക്കെ കറാത്തയ്ക്ക് പുറമെ കോബുഡോ, അത് ഒക്കിനാവയുടെ അഭ്യാസമാണ് കോബുഡോ. ആ കോബുഡോ പഠിക്കാൻ സാധിച്ചു. ഒക്കിനാവയിൽ നിന്നൊരു മാസ്റ്റർ വന്നു, അങ്ങനെ പഠിച്ചു. അങ്ങനെ ഇപ്പോൾ ജപ്പാനിൽ ചെന്നെത്തി. ജപ്പാനിലൊരു കളരി സ്ഥാപിച്ചു. അപ്പോൾ കളരിയുടെ ആ ഒരു മഹത്വം കടൽ കടന്ന് അപ്പുറത്തേക്ക് എത്തി. അവിടെ നിന്ന് ഈ കരാട്ടയും മറ്റും ഇങ്ങോട്ടേക്കും എത്തി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഈ കളരി അഭ്യസിക്കാൻ പ്രായഭേദമൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും അഭ്യസിക്കാം. അതിന് പ്രത്യേക ഒരു കാലയളവുമില്ല. എന്നാലും നമുക്ക് അറിയേണ്ടത് എത്ര പ്രായം മുതൽ എത്ര പ്രായം വരെയുള്ള ശിഷ്യന്മാർ ഇപ്പം അങ്ങേക്കുണ്ട് ഇവിടെ? കൊച്ചു കുട്ടികൾ മുതൽ, ഇപ്പോൾ ഇവിടെ പഠിക്കുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ 3.5 വയസ്സുകാർ, 4.5 വയസ്സുകാരൊക്കെ ഉണ്ട്. അവിടെ നിന്ന് തുടങ്ങി 70 എത്തിയവർ വരെ എൻ്റെ ശിഷ്യന്മാരായിട്ട് കൂടിയുണ്ട്. അതായത് ഒരു പ്രായഭേദമൊന്നുമില്ല, ജാതിഭേദമില്ല, ലിംഗഭേദമില്ല, അങ്ങനെ എല്ലാവരും ഈ ഒരു കളരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. യാതൊന്നില്ലാണ് എല്ലാവരും ഏക മനസ്സോടുകൂടി, സമാനോ മന്ത്ര സമിതി സമാനി, സമാന ചിത്തമായി സമാനമായ ഒരു ചിന്താഗതിയോടുകൂടി എല്ലാവരും പരിശീലിക്കണം. ഒരുമിച്ചിരുന്നു കൊണ്ട് ആ ഒത്തൊരുമ, സൗഹാർദ്ദം, അതിന്
വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇതുപോലെ കുറേ വീഡിയോസും ഇതൊക്കെ കണ്ടു. പിന്നെ ഇവിടെ ചേർന്നപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് തോന്നി. അപ്പോൾ പിന്നെ തുടർച്ച് പഠിക്കാൻ വേണ്ടി എല്ലാ പുതിയ അടവുകളൊക്കെ ചെയ്യണമെന്ന് നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അമ്മ പറഞ്ഞു, വീഡിയോയിൽ അമ്മ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കും ഇഷ്ടമായപ്പോൾ ഞാനും ചേർന്നത്. ഭയങ്കര ഇഷ്ടമായി, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ നന്നായി പഠിക്കും ചെയ്യാം. ഇഷ്ടമാണോ? കളരി ഭയങ്കര ഇഷ്ടമാണോ? എല്ലാ ദിവസവും ഇവിടെ വരാറുണ്ടോ? സിംഹത്തെയും നോക്കി ചാടി വീണ് നെയ്ക്കടിക്കുവാണ്. ഇവിടെ ഗുരുക്കൾ മാത്രമല്ല, ഗുരുക്കളുടെ പത്നി രാധ ചേച്ചിയും ഈ കളരി സ്ഥിരമായി അഭ്യസിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമുക്ക് ചേച്ചിയോടുകൂടി ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ചേച്ചി എങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്? തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ആ ഒരു പിന്തുണ ഉണ്ടായിരിക്കും, എന്നാൽ പോലും എങ്ങനെയാണ് ഇതിനോട് ഇത്രയും ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നത്? എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഇദ്ദേഹം കല്യാണം കഴിച്ചു കൊടുത്തിട്ട് ഒരു 15 വർഷമായിട്ടുള്ളൂ. അതിന് മുന്നേ ചെറുപ്പത്തിലൊരു 25-30 എനിക്കിപ്പോൾ 57 വയസ്സായി. അപ്പോൾ അതിനൊരു 10-20 വർഷം മുന്നേ ഇദ്ദേഹത്തിൻ്റെ സെക്കൻഡ് മാരേജാണ്. ഞാൻ ആദ്യത്തെ ഭാര്യ ഉണ്ടായിരുന്നു. അവരുടെ ഒപ്പം വന്ന് കുറച്ച് നേരോടെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഒരു 18-19 വയസ്സൊക്കെ ഉള്ളപ്പോൾ. അപ്പോൾ എനിക്ക് ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഇദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ച് പോകണമെങ്കിൽ ഇത് പഠിച്ചേ പറ്റൂ. ഇത് ചെയ്ത് എൻ്റെ ശ്വാസം മുട്ടിന് ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് മരുന്ന് പാക്ക് ചെയ്ത് കൊടുന്നിരുന്നു. ഈ മരുന്നുകളൊക്കെ കഴിഞ്ഞു. ഗുളിക കഴിക്കണില്ല ഞാൻ, തുമ്മലൊക്കെ കുറവ്, ശ്വാസം മുട്ടില്ല. അപ്പോഴാണ് എനിക്കൊരു സന്തോഷം, സമാധാനം വന്നത്. അതോടുകൂടി പിന്നെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഇതിൽ തന്നെയായി. മൂപ്പരുടെ കൂടെ ഇത് തന്നെയാണ്. കളരി ക്ലാസ് എവിടെ ഉള്ളെങ്കിൽ അതെടുക്കും. ഇപ്പം ഈ പഠിപ്പിക്കണ ഈ കുട്ടികളെ അവർക്ക് ക്ലാസ് എടുത്തിട്ടുള്ള അത് ഞാനാണ്. പണ്ട് കാലങ്ങളിൽ അംഗം വെട്ടി കാര്യങ്ങൾ തീരുമാനിച്ചിരുന്ന ഒരു സമ്പ്രദായം കേരളത്തിനുണ്ടായിരുന്നു. അത്രത്തോളം പ്രസക്തമായിരുന്നു കളരിപ്പയറ്റ്. ആ പൈതൃകമാണ് ഈ വേദപാഠകളരി കാത്തു സൂക്ഷിക്കുന്നത്. തൃശ്ശൂരിൽ നിന്നും എ അനുരാഗിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്.